ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനസ് കിച്ചൻ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് ഗം പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ടെഡി ബിയറിൻ്റെ ഒരു ടോപ്പർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് ചെയ്യാൻ ആവശ്യമായിട്ട് ഞാനിവിടെ വൈറ്റ് കളർ ഗം പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 65 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഷെഫ് മാസ്റ്ററിൻ്റെ ബക്കൈ ബ്രൗൺ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2 ഡ്രോപ്പ് കളർ മതിയാകും. അതിനുശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ട് അതിനൊന്ന് നീഡ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ആക്കി, അതുപോലെ തന്നെ കളർ എല്ലാ ഭാഗത്തും മിക്സ് ആക്കുന്ന തരത്തിൽ നീഡ് ചെയ്തെടുക്കണം. ഇനിവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഡ് ആയിട്ടുള്ള ഗം പേസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലപോലെ നീഡ് ചെയ്തതിന് ശേഷം കുറച്ച് കോൺഫ്ലോർ അതിലേക്ക് തട്ടിക്കൊടുക്കുക. എന്നിട്ട് വീണ്ടും കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ അതിനെ നീഡ് ചെയ്തെടുക്കണം. ഇപ്പം എന്തേ നല്ലപോലെ നീഡ് ചെയ്തെടുത്തു. എൻ്റെ കയ്യിലൊന്ന് സ്റ്റിക്ക് ആവുന്നതുകൊണ്ട് കയ്യിൽ കുറച്ച് കോൺഫ്ലോർ തട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അതിനെ ഒരു 3 പാർട്ടാക്കി നമുക്ക് മാറ്റാം. ഹെഡ് പോർഷൻ, പിന്നെ ബോഡി പോർഷൻ, ലെഗ്സ്, ഹാൻഡ്സ്, അതുപോലെ ഇയേഴ്സ് ചെയ്യാനായിട്ട് ഒരു പോർഷൻ. ഇങ്ങനെ 3 പാർട്ടായിട്ട് ഞാനിത് മാറ്റിയിട്ടുണ്ട്, ഓരോ സൈസ് അനുസരിച്ചിട്ട്. ഇനി ആദ്യം ഞാൻ ബോഡി പാർട്ടാണ് ചെയ്യുന്നത്. ബോഡി പാർട്ട് ചെയ്യാനായിട്ട് ഉള്ളം കൈയിൽ അകത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ആദ്യം ഒന്ന് റോൾ ചെയ്യുക. അതിനുശേഷം ഒരു റെയിൻ ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ അതിനെ ഒന്ന് ആക്കിയെടുക്കുക. ഇത് ഈ കാണുന്ന പോലെ റെയിൻ ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ. അപ്പം ഞാനിത് കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, കാരണം ഒരു ചബ്ബി ആയിട്ടുള്ള ടെഡി ബിയർ ചെയ്യാനായിട്ടാണ്. അപ്പം എന്തേ കുറച്ചൊന്ന് ഫ്ലാറ്റായിട്ട് വരാനായിട്ട് ഉള്ളം കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. മഴത്തുള്ളിയില്ലേ, അതിൻ്റെ ആ ഒരു ഷേപ്പിനാണ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ ആ ഇരിക്കുന്ന പോർഷൻ ഒന്ന് സ്ട്രെയിറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് താഴെ വെച്ചിട്ടൊന്ന് ഇതാക്കിയിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഹെഡ് പോർഷൻ ചെയ്യാനുള്ളതെടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് ഇതുപോലെ തന്നെ റോൾ ചെയ്ത് ഉരുട്ടിയെടുക്കുക. ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഹെഡ് റെഡി ആയിട്ടുണ്ട്, ഹെഡിൻ്റെ ഷേപ്പ്. ഇനി ഇത് രണ്ടും നമുക്ക് ജോയിൻ ചെയ്യണം. ആദ്യം ഇതുപോലത്തെ ഒരു ചെറിയ സ്ക്യൂർ എടുത്തിട്ട് ബോഡി പാർട്ടിലോട്ട് ഇങ്ങനെ സെൻറ്ററിലൂടെ തന്നെ അതിനെ കുത്തി ഇറക്കുക. അതിനുശേഷം ഹെഡ് പോർഷനും ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഫിക്സായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഹെഡ് പോർഷനും ബോഡി പാർട്ടും വരുന്നതിൻ്റെ ഇടയിൽ ഒരു സെൻറ്റർ പോർഷൻ ഇല്ലേ, അവിടേക്ക് കുറച്ച് എഡിബിൾ ഗ്ലൂ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് ഫിക്സ് ആക്കുക. ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ടെഡി ബിയറിൻ്റെ കൈകളാണ്. അപ്പോൾ ഇതുപോലെ കുറച്ചൊരു പാർട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തറയിൽ വെച്ചിട്ട് ഇത് കാണുന്നത് പോലെ തന്നെ ഒന്ന് റോൾ ചെയ്യുക. റോൾ ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്ററിൽ ഒരു കുഴിവ് പോലെ കിട്ടും. അവിടെ വെച്ചിട്ട് അതിനൊന്ന് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം എന്തേ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൈ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കണ്ടോ? കട്ട് ചെയ്തതിന് ശേഷം അതിനൊന്ന് സ്മൂത്താക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് കൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കാലുകളാണ് റെഡിയാക്കാനുള്ളത്. കാലെപ്പോഴും കൈയിനേക്കാളും കുറച്ചുകൂടെ വലിപ്പത്തിൽ ചെയ്യുക. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തറയിൽ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് എത്ര നീളമാണോ വേണ്ടത് അതിനനുസരിച്ചൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഏകദേശം ഈ ഒരു നീളം മതിയാകും. ഞാൻ അതിനെ സെൻറ്ററിൽ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനൊന്ന് ഇതുപോലെ സ്മൂത്ത് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ. ഇപ്പം നമ്മുടെ കാല് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത് ചെയ്യാനുള്ളത് അതിൻ്റെ ഇയർ പോർഷനാണ്. ഇയറാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ആ ഗം പേസ്റ്റ് എടുത്തിട്ട് ഞാനൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് തിക്കായിട്ട് വേണ്ട, എന്നാൽ ഒരുപാട് തിന്നായിട്ടും അല്ല, ഒരു മീഡിയം സൈസിൽ റോൾ ചെയ്തിട്ട് ഇതുപോലുള്ള ഒരു നോസിൽ വെച്ചിട്ട് 2 എണ്ണം കട്ട് ചെയ്തെടുക്കുന്ന ആ ഷേപ്പിൽ 2 പാർട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കിട്ടും. ഓക്കെ, പിന്നെ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി കൊടുക്കണം. അവിടേക്ക് വേറൊരു കളർ വെക്കാനാണ്. ഇപ്പോൾ വൈറ്റ് കളർ ഗം പേസ്റ്റ് ഞാൻ എടുത്തു. അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തില്ലേ ടെഡി ബിയർ ചെയ്യാനായിട്ട് എടുത്ത ആ ഒരു കളറിൽ നിന്ന് കുറച്ചൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വേറൊരു ലൈറ്റ് ഷെയ്ഡ് കിട്ടാനായിട്ടാണ്. കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ട് അതിനൊന്ന് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തിട്ട്
അതൊന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുത്തിട്ട് നേരത്തെ ഞാൻ എടുത്ത നോസിലിനേക്കാളും കുറച്ചുകൂടെ ചെറിയ ടിപ്പുള്ള നോസിൽ എടുത്തിട്ട് അതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് നോസിലില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ പേനയുടെയൊക്കെ കേപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും കട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇംപ്രഷൻ ഉണ്ടാക്കി അവിടേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു രണ്ടാമത് കട്ട് ചെയ്ത ആ ഒരു പോർഷൻ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക. അങ്ങനെ ടെഡി ബിയറിന്റെ 2 ചെവിയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുക എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് ആ ഒരു പോർഷനിൽ ഇതുപോലെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി കൊടുക്കണം. അതിന്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ടാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ഒന്ന് സ്റ്റിക്കായിട്ട് ഇരിക്കുള്ളൂ. ഓക്കെ, ഇതുപോലെ വെച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ ടെഡി ബിയറിന്റെ ബോഡിയും പിന്നെ ഹെഡ് പോർഷനും 2 ചെവികളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിന്റെ മൗത്ത് പോർഷൻ ആണ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ബാക്കിയുള്ള ആ ഒരു ഗം പേസ്റ്റ് വീണ്ടും ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അതൊന്ന് കുറച്ച് തിക്കായിട്ടാണ് റോൾ ചെയ്യേണ്ടത്, ഒരുപാട് തിന്നാക്കരുത്. ഈ ഒരു തിക്നെസ്സിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ആദ്യം ചെവി ഉണ്ടാക്കാൻ എടുത്തില്ലേ, ആ ഒരു നോസിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. അത് വെച്ച് ഒരു ജസ്റ്റ് ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഈ 2 സൈഡിലേക്കും ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. ഒരു ഓവൽ ഷേപ്പ് പോലെ. എന്നാൽ അറിയാമല്ലോ നമുക്ക് ടെഡി ബിയറിന്റെ മൗത്ത് പോർഷൻ വരുന്നത് എങ്ങനെയാന്ന്. ആ ഒരു ഷേപ്പിന് നമ്മുടെ കൈ കൊണ്ട് തന്നെ അതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റെഡിയാക്കി എടുക്കുക. ഇതിപ്പോൾ ഈ ഒരു ഷേപ്പ് മതിയാവും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം ഗ്ലൂ അപ്ലൈ ചെയ്തു. എവിടെയാണോ സെൻറ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക അവിടെ തൊട്ട് ഇതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ടെഡിയുടെ മൗത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് ചെയ്യാനുള്ളത് ഐസും പിന്നെ നോസിൻ്റെ അവിടെ ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കണം. പിന്നെ മൗത്ത് ഒന്ന് ഡീറ്റെയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു ടൂള് വെച്ചിട്ട് ഐസ് എവിടെയാണോ ഫിക്സ് ചെയ്യാനുള്ള അവിടേക്ക് 2 ഹോൾസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ബ്ലാക്ക് കളർ ഫോണ്ടന്റ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ബ്ലാക്ക് കളർ ഫോണ്ടന്റിൽ നിന്ന് കുറച്ചൊരു പീസ് എടുത്താൽ മതി, ശക്കലം. അതെടുത്തതിന് ശേഷം അതിനൊന്ന് റോൾ ചെയ്തെടുക്കുക. ഒരു കടുകിൻ്റെ വലിപ്പം മതിയാവും ഐസ് ചെയ്യാനായിട്ട്. അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് വെക്കാനായിട്ട് അതും ഒന്ന് റോൾ ചെയ്തിട്ട് അതും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കണ്ണ് റെഡി ആയിട്ടുണ്ട്. ടെഡിയുടെ കണ്ണ് റെഡിയായി. ഇനി ആ മൂക്കിൻ്റെ ആ പോർഷനിലൊരു ബ്ലാക്ക് കളറിലൊരു സ്പോട്ട് വെക്കണമല്ലോ. അപ്പം അതും ഇതുപോലെ റോൾ ചെയ്തിട്ട് വെച്ച് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ടെഡി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളൂടെ ചെയ്താൽ നമ്മുടെ ടെഡി ഫുള്ളായിട്ട് റെഡിയായി കിട്ടും. ഓക്കെ, ഇനി ഇതുപോലത്തെ ഒരു ടൂള് വെച്ചിട്ട് നമ്മുടെ നോസിൻ്റെ പാർട്ട് വെച്ചില്ലേ അവിടെ നിന്ന് സെൻറ്റർ കണക്കാക്കിയിട്ട് ഇതുപോലെ 2 ഇംപ്രഷൻ കൊടുക്കണം. ആ മൗത്തിൻ്റെ ഒരു ഡീറ്റെയിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടെഡിയുടെ ഹെഡ് പോർഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൗത്തും അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ എടുത്തേക്കുന്ന കുറച്ച് പിങ്ക് കളറിലുള്ള ഒരു ഗം പേസ്റ്റ് ആണ്. അത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ 2 കട്ടേഴ്സ് എടുത്തിട്ടുണ്ട്, ഒരു ഫ്ലവർ കട്ടറും പിന്നെ അതുപോലെ തന്നെ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ. അപ്പോൾ 2ൽ നിന്നും ഓരോരോ പീസ് കട്ട് ചെയ്തെടുക്കുക. ഈ ഫ്ലവറിൻ്റെ അത് കട്ട് ചെയ്തത് നമ്മുടെ ഹെഡിൻ്റെ സൈഡിൽ വെക്കാൻ. ഇതൊരു ഗേളിനുള്ള ഒരു ടോപ്പറാണ്, ഒരു ഗേളിൻ്റെ ബർത്ത്ഡേ കേക്കിൽ വെക്കാനുള്ള ടോപ്പറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഹെഡ് പോർഷനിൽ ഞാനൊരു ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവർ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഇംപ്രഷൻ കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വൈറ്റ് ഗം പേസ്റ്റ് റോൾ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പേൾസൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ കാണുന്ന പോലെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് സെൻറ്ററിലൂടെ ഇങ്ങനെ ഒരു ഇംപ്രഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഹാർട്ട് ഷേപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക.
ഒരു കുറച്ചുകൂടെ ഒന്ന് ഭംഗി വരാനായിട്ടാണ് ഈ ഒരു ഹെഡ് പോർഷനിലെ ഒരു ഫ്ലവറും ഈ ഹാർട്ട് ഷേപ്പും ഒക്കെ വെക്കുന്നത്. പിന്നെ ഈ സൈഡിൽ നമ്മുടെ ഹാൻഡ്സ് വെക്കേണ്ട സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ കൈകൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഷേപ്പ് മാറിപ്പോകാത്ത തരത്തിൽ വേണം പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ആക്കിയെടുത്തു. ഇനി നമുക്ക് ആ കാലുകൾ കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും നമ്മളെ ടെഡി ഫുള്ളായിട്ട് റെഡി ആവും. അതെവിടെയാണോ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള അവിടേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കാണുന്ന പോലെ ഒന്ന് കാലിൻ്റെ ഇതിനൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇതുപോലെ എവിടെയാണോ വെക്കാനുള്ളത് അവിടേക്ക് കറക്റ്റ് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തേത് ഞാൻ ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് നമ്മുടെ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കരുത്. എങ്കിൽ നമ്മൾ ചെയ്ത് വെച്ച ആ ഷേപ്പൊക്കെ ഷേപ്പ്ലെസ് ആയി പോവും. ചെറുതായിട്ടൊന്ന് പ്രഷർ കൊടുത്തിട്ട് വേണം അതൊന്ന് സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ടെഡി ബിയർ ഇവിടെ ഫുള്ളായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് കൃത്യമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൺ.